ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചാൽ ഇനി എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ട് എന്നാൽ നമുക്ക് കുമ്പഴയ്ക്ക് പോകാം, പത്തനംതിട്ട കുമ്പഴയ്ക്ക് പോകാം. കുമ്പഴ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്, ഞങ്ങൾ വഴിയേ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ജിനിച്ചതിനൊരു ജ്യൂസൊക്കെ മേടിച്ച് തന്ന് ഞങ്ങൾ കാറിൽ ഇരുന്ന് ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ച് കുറേ സംസാരിച്ച് കളിയും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് അവസാനം ഞങ്ങൾ കുമ്പഴ എത്തി. കുമ്പഴ ആരുടെ വീടാണ് നിങ്ങൾക്ക് കാണണ്ടേ, ഇപ്പം കാണിച്ചു തരാം. എന്തോ അവിടെ നിൽക്കുന്ന ആൾ കണ്ടോ, അതേ ഏട്ടത്തിയുടെ വീടാണ് കേട്ടോ. ഏട്ടത്തിയുടെ വീട്ടിൽ വന്നേക്കാം ഞങ്ങളെല്ലാം. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഏട്ടത്തിയുടെ വീട്ടിൽ വരാൻ വന്നേ. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇവിടെ ഒരുപാട് കറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എന്നാൽ പിന്നെ എന്തായാലും ഇവിടം വരെ വന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അതാണ് കോന്നി കൊട്ടവഞ്ചി അഥവാ അടവി കൊട്ടവഞ്ചി എന്നും പറയും കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭീകരമാണ് കേട്ടോ. ഭയങ്കര കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. കാടിൻ്റെ ഒത്ത നടുക്കായി സ്ഥലം കേട്ടോ. കോന്നി എക്കോ ടൂറിസത്തിൻ്റെ അണ്ടറാണ് ഈ അടവി കൊട്ടവഞ്ചി സങ്കേതം വരുന്നത് കേട്ടോ. ഒരു കൊട്ടയ്ക്ക് 600 രൂപയാണ്. അതിനകത്ത് നമുക്ക് 5 പേർക്ക് ഇരിക്കും. 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുഴയുന്ന ആൾ ഉൾപ്പെടെ കേട്ടോ 5 പേര്. അല്ലാതെ നമ്മൾ പോകുകയാണെങ്കിൽ 4 പേരും ഒരു കിഡിനും കയറാൻ പറ്റും ഒരു കൊട്ടയ്ക്കകത്ത്. അപ്പം അങ്ങനെ അവർ 600 രൂപ ചാർജ് ചെയ്യുന്നത്. ആംബിയൻസ് ഭയാനകമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരാൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ജിനിച്ചാനെ ഞങ്ങൾ കരക്കിരുത്തിയിട്ട് ഞങ്ങൾ 4 പേരും പിന്നെ മെനോറയും കൂടെ കയറാൻ തീരുമാനിച്ച്. ഒരു രക്ഷയില്ല കേട്ടോ. ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വൈബാണ്. പോരാത്തിന് നമ്മൾ ഈ കൊച്ചു കൊട്ടയ്ക്കകത്തല്ല, നമ്മൾ ഇത്രയും ഇങ്ങനെ ചുറ്റും ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കാനും അതുപോലെ തന്നെ ഭയങ്കര രസമാണ്. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു, തിരിച്ചെത്തിയപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പുറം സൈഡ് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിട്ട് 2 കറക്കൊക്കെ കറക്കി കേട്ടോ. എന്നുവെച്ചാൽ വലുതായിട്ട് കറക്കിയില്ല, കുഞ്ഞുണ്ടായതുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് കറക്കിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയും വടയൊക്കെ ഇങ്ങനെ കഴിച്ച് അടവി കൊട്ടവഞ്ചി സങ്കേതത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തി. അതാണ് കോന്നി ആനക്കൂട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് അത്രയും എനിക്ക് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ആനകളുണ്ട്, 4 ആനകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ, കിഡ്സിന് കളിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മെനോറയൊക്കെ അവിടെ നിന്ന് കളിപ്പിച്ചു. അപ്പോൾ മെനോറ ഹാപ്പിയായി പിന്നെ നമ്മൾ ഡബിൾ ഹാപ്പി ആയല്ലോ. പിന്നെ ആ മെനോറയെ കളിപ്പിച്ചിട്ട് അവിടെ ഒരു വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ആ ഊഞ്ഞാലിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറി കേട്ടോ. ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ കയറിയില്ല, എനിക്ക് ഊഞ്ഞാൽ ആടാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ആടിയില്ല. ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ആടി ഭയങ്കര ഒത്തിരി നേരം അവിടെ നിന്നു. നമ്മളൊരു 6-6:30 വരെ ഞങ്ങൾ അവിടെ നിന്നു. 6 വരെ ഉള്ളൂ സങ്കേതം. അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ ഏട്ടത്തിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഏട്ടത്തിയുടെ മമ്മീനെ കണ്ടു, അതുപോലെ ഏട്ടത്തിയുടെ മാമീനെ കണ്ടു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വൈകിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തിമാർ വിളിച്ചു, അവരോട് സംസാരിച്ചു. എന്നിട്ട് രാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ സൺഡേത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ശരി മക്കളെ, ബൈ.